ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ റിബൽ എന്ന തമിഴ് മൂവിയാണ്. പാലക്കാടുള്ള ഒരു കേരള കോളേജ് പഠിക്കുന്ന കുറച്ച് തമിഴ് വിദ്യാർത്ഥികളോട് അവിടുത്തെ കേരളക്കാരായ വിദ്യാർത്ഥികൾ ചെയ്തു കൂട്ടുന്ന കുറച്ച് കൊടും ക്രൂരതകളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതെന്താണ്, അതിന് കാരണം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ മൂന്നാർ കാണിക്കുന്നു. മലയാളികളും തമിഴന്മാരും ഒരേപോലെ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. തമിഴനായ നായകൻ ജനിച്ചു വളർന്നത് മൂന്നാറായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അവിടുത്തെ തേയിലത്തോട്ടത്തിലെ ജോലിക്കാരായിരുന്നു. നായകന്റെ പേരൻസും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ കുടുംബം നല്ല കഷ്ടപ്പാടിലായിരുന്നു. സോ എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ച് കുടുംബത്തിനൊന്ന് കരകയറ്റണമെന്ന് നായകന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കോളേജ് പഠിക്കാനുള്ള പ്രായമാകുമ്പോൾ നായകൻ നല്ല എഡ്യൂക്കേഷന് വേണ്ടി പാലക്കാടുള്ള ഒരു മലയാളി കോളേജ് തിരഞ്ഞെടുക്കുന്നു. നായകൻ മാത്രമല്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സും ആ കോളേജിനെ സെലക്ട് ചെയ്ത് അങ്ങനെ അവരെല്ലാരും കൂടി ഒരുമിച്ച് അവിടേക്ക് എത്തുവാണ്. അടുത്ത സീനിൽ ആ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ കാണിക്കുവാണ്. അങ്ങനെ ആ ദിവസം അവിടുത്തെ MLA അവിടേക്ക് എത്തി രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് സംസാരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ആ കോളേജിലെ രാഷ്ട്രീയം കുറച്ച് കൂടുതലാണെന്ന്. ആ സമയം കോളേജിൽ രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രണ്ട് കേരള പാർട്ടി. കോളേജിൽ രണ്ട് പാർട്ടിയും തമ്മിൽ നല്ല മത്സരമായിരുന്നു. അങ്ങനെ ഓരോ കൊല്ലവും ഇലക്ഷൻ നടക്കും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങുന്ന കക്ഷിക്കാരെ ജയിക്കും. അവർക്കായിരിക്കും ചെയർമാൻ സ്ഥാനം. പ്രസന്റ്ലി ഇപ്പൊ കോളേജ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പാർട്ടിയാണ്. അതായത് കഴിഞ്ഞ ഇലക്ഷന് ഭൂരിപക്ഷത്തോടെ ജയിച്ചത് ഇവരായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ പാർട്ടിന്റെ ലീഡറായ ആന്റണിയാണ് കോളേജ് ചെയർമാൻ. അങ്ങനെ ഇപ്പൊ ഫ്രഷേഴ്സ് ഡേന്റെ അന്ന് ഈ MLA വന്നുകൊണ്ട് തന്നെ കോളേജ് ചെയർമാനായ ആന്റണിന്റെ ഒരു തീപ്പൊരി പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കോളേജില് ഒരു വയലൻസോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന്. ഇതെല്ലാം കേട്ട നമ്മുടെ നായകനും കൂട്ടുകാരും അപ്പൊ റാഗിങ്ങും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് സന്തോഷിക്കുന്നു. എന്നാൽ അവര് കണക്കുകൂട്ടിയിൽ നിന്നും ടോട്ടലി ഡിഫറന്റ് ആയിരുന്നു അവിടുത്തെ സാഹചര്യം. മലയാളികൾക്ക് അവിടെ ഒരു പ്രശ്നമില്ല. എന്നാൽ അവിടെ പഠിക്കാൻ വന്ന തമിഴന്മാരെ സീനിയേഴ്സ് മാക്സിമം ടോർച്ചർ ചെയ്യും. അവിടെയുള്ള മലയാളി സ്റ്റുഡൻസിന് സീനിയേഴ്സ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എന്നാൽ തമിഴന്മാർക്കോ ഫുൾ ടോർച്ചറിങ് മാത്രം. അങ്ങനെ ഇപ്പൊ ഈ കോളേജിലേക്ക് പുതുതായിട്ട് എത്തിയ നായകനെയും കൂട്ടുകാരെയും കോളേജിന്റെ ചെയർമാനായ ആന്റണി ആയുള്ള ആൾക്കാരും കൂടി ഒരുപാട് റാഗ് ചെയ്യുന്നതായിട്ടും അങ്ങനെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നു. അതായത് സീനിയേഴ്സ്, അതായത് മലയാളി സീനിയേഴ്സ് തമിഴന്മാരെ ഒരു അടിമേനെ പോലെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ആദ്യ ദിവസങ്ങളിൽ തന്നെ നായകനും കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ നിന്നും പോവാതെ നായകനും അവന്റെ ഫ്രണ്ട്സും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം ഇത് കാണുന്ന ഒരു തമിഴ് സീനിയർ നായകനോട് പറയുകയാണ്, തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഡെസ്പായി പോയാ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ. ഞാൻ വന്ന സമയത്ത് എന്റെ ബാച്ചിൽ 60 കുട്ടികളുണ്ടായിരുന്നു. ഭൂരിഭാഗവും തമിഴന്മാരായിരുന്നു. എന്നാൽ ആ സമയത്തെ മലയാളി സീനിയേഴ്സിന്റെ പെരുമാറ്റം കൊണ്ട് പലരും ഈ കോളേജ് വേണ്ടെന്നും പറഞ്ഞു നിർത്തിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ 15 തമിഴന്മാര് മാത്രമാണ് ഉള്ളത്. അതിലൊരാളാണ് ഞാനും. അന്ന് ബാക്കിയുള്ളവർ പോയ പോലെ ഞാനും പേടിച്ച് ഭയന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എനിക്ക് ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കാൻ കഴിയുമോ? ഇന്ന് ആരെയും പേടിക്കാതെ ഈ കോളേജിൽ എന്ത് പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അധികാരം മലയാളികളെ പോലെ തന്നെ എനിക്കുമുണ്ട്. അതൊന്നും ഞാൻ പേടിച്ചോടാത്തതിന്റെ ഫലമാണ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടണം. അങ്ങനെ നേരിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പൊ ആ സീനിയർ നായകനെ ഇങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതെന്ന് നായകന് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പൊ ധൈര്യത്തോടു കൂടി ക്ലാസ്സിലേക്ക് പോകണ്ടാന്ന് തീരുമാനിച്ച നായകനും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് മലയാളി സീനിയേഴ്സ് ഇവരോട് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ നായകനും കൂട്ടുകാരും അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊരു പെൺകുട്ടീനെ നായകന് വല്ലാതെ ഇഷ്ടാവുകയാണ്. ഇങ്ങനൊരു കാര്യം മനസ്സിൽ കയറിയ പിന്നെ റാഗിംഗ് എന്നല്ല എന്ത് പ്രശ്നം വന്നാലും കോളേജിലേക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമ്മൾ എവിടെ എത്തിക്കും, ശരിയല്ലേ? അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായകൻ ഈ ഒരു കാര്യം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ സീനിയേഴ്സിന്റെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ റെഗുലർ ആയിട്ട് ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങുന്നു. അങ്ങനെ പഠിത്തവും പ്രണയവും പിന്നെ സീനിയേഴ്സിന്റെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കോളേജ് ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓണം വരുന്നു. ഓണത്തിന് അവരുടെ കോളേജിലെ ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നായകനും അവന്റെ കൂട്ടുകാരും മുണ്ടെല്ലാം കൊടുത്ത് ട്രഡീഷണൽ ലുക്കിൽ അവിടേക്ക് എത്തുവാണ്. നായികയുമായിട്ട് ഇത്രയും ദിവസം കൊണ്ട് നായകൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അവിടെ വെച്ചോളെ പ്രപ്പോസ് ചെയ്യാന്നൊക്കെയായിരുന്നു നായകന്റെ പ്ലാൻ. അങ്ങനെ നല്ല ലുക്കിൽ നായകൻ എത്തിയതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ഇതുപോലുള്ള ഫംഗ്ഷനൊന്നും തമിഴന്മാര് മുണ്ടെടുക്കാൻ പാടില്ല എന്നായിരുന്നു മലയാളി സീനിയേഴ്സിന്റെ ചട്ടം. എന്നാൽ ഇതൊന്നും അറിയാതെ നായകനും കൂട്ടുകാരും മുണ്ടെടുത്ത് വന്നുകൊണ്ട് അവരുമായിട്ട് സീനിയേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നായകന്റെയും കൂട്ടുകാരെയും മുണ്ടെല്ലാം അവർ പറിക്കുവാണ്. അങ്ങനെ ഈ ഒരു കാര്യവും നായകനും കൂട്ടുകാർക്കും വലിയൊരു നാണക്കേടാവുന്നു. ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ കോളേജിലുള്ള ഒരു തമിഴ് സാറ് വന്ന് ചെയർമാനായ ആന്റണിയോട് ഈ പ്രശ്നം നിർത്താൻ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പൊ ആന്റണി അയാളോടും ദേഷ്യപ്പെടുവാണ്. സാറിന്റെ പണി പഠിപ്പിക്കലല്ലേ, അപ്പൊ അത് മാത്രം ചെയ്താൽ മതി എന്ന് അവർ പറയുവാണ്. അങ്ങനെ അവരുടെ ഈ സംസാരത്തിൽ ദേഷ്യം വരുന്ന സാറാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കോളേജ് പ്രിൻസിപ്പാളിനെ അറിയിക്കുന്നു. എന്നാൽ മലയാളികൾ കാട്ടിക്കൂട്ടിയത് തെറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. ഇതേ സമയം തന്നെ ആന്റണി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, അതായത് വിഷയമെല്ലാം പ്രിൻസിപ്പാളിന്റെ അടുത്ത് വരെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നു. അങ്ങനെ തമിഴന്മാര് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പ്രിൻസിപ്പാളിനെ അറിയിച്ചതാണെന്ന് വിചാരിച്ച് ആന്റണി അവന്റെ ആൾക്കാരും കൂടി അന്ന് നൈറ്റ് അവരുടെ
അവരുടെ ഹോസ്റ്റലിലേക്ക് എത്തി പ്രശ്നം ഉണ്ടാക്കുവാണ്. ഇതേ സമയത്ത് നാഗനും ഗ്യാങ്ങും ആലോചിക്കുന്നു, ഇപ്പൊ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പാർട്ടി ആയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ പറഞ്ഞു കൊടുക്കുവാണ്, മക്കളെ നിങ്ങൾക്ക് തെറ്റി, ആ പാർട്ടി ഇതേപോലെ തന്നെയാണെന്ന്. അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഇപ്പൊ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയം ഈ കോളേജ് നടന്ന ഒരു വലിയ സംഭവത്തിനെ പറ്റി ആ പ്രൊഫസർ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും തുടങ്ങുന്നു. ആ സമയത്ത് ആനുവൽ ഡേക്ക് ബാക്കി എല്ലാവരും മലയാള സോങ്ങിന് ഡാൻസ് കളിച്ചപ്പോ ഒരു തമിഴത്തി പെണ്ണ് മാത്രം തമിഴ് സോങ് ഇട്ട് ഡാൻസ് കളിക്കുന്നു. ആ സമയം അത് കണ്ട് ദേഷ്യം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ തലവനായ അതായത് ആ ചെയർമാൻ എന്താ ചെയ്തതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവള് തമിഴ് സോങ് ഇട്ടിട്ട് അതിന് ഡാൻസ് കളിച്ചെന്നും പറഞ്ഞ് സ്റ്റേജിൽ കയറി അവളുടെ വസ്ത്രം വലിച്ചു കീറുന്നു. അങ്ങനെ ആ ഒരു നിസ്സാര കാരണത്തിന് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ പെണ്ണിനെ അങ്ങനെ ടോർച്ചർ ചെയ്ത ആളാണ് മറ്റേ പാർട്ടിന്റെ തലവൻ. അങ്ങനെ പ്രൊഫസർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ അപ്പൊ രണ്ടുപേരും ഏകദേശം ഈക്വലാണെന്ന് നാഗൻ മനസ്സിലാക്കുന്നു. അധികാരം കൈ കിട്ടുന്നോണം വരെ അവര് പഞ്ചപാവങ്ങളെ പോലെ അഭിനയിക്കും. എന്നാൽ അധികാരം കൈ കിട്ടിയാലോ പിന്നെ തനി രാക്ഷസന്മാരാവും. എന്തായാലും അവരോട് കോർത്തോണ്ട് ഈ കോളേജിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയ നാഗനും ഗ്യാങ്ങും ഇനി അവരോട് പ്രശ്നമൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ വളരെ ഒതുങ്ങി ആ ഒരു രീതിക്ക് കോളേജിൽ കഴിയാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഒരു ദിവസം കേരള പാർട്ടിന്റെ തലവനായ ആ ആന്റണി ആയുള്ള ആൾക്കാരും കൂടി നാഗന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കോളേജ് ഗ്രൗണ്ടിൽ ഇട്ട് നാറ്റിക്കുവാണ്. ഈ ഒരു കാര്യം കൊണ്ട് ദേഷ്യം വരുന്ന നാഗന്റെ ഫ്രണ്ട് അത് കോളേജ് ചെയർമാൻ ആണെന്ന് പോലും ആലോചിക്കാതെ അയാളുടെ കോളർ കയറി പിടിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന ആന്റണി ആയുള്ള ആൾക്കാരും കൂടി സ്പോട്ടി വെച്ച് അവനെ തല്ലിക്കൊല്ലുവാണ്. അങ്ങനെ ആ ഒരു സംഭവം കോളേജിനെ തന്നെ ഞെട്ടിക്കുന്നു. കോളേജിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായിട്ടും തമിഴന്മാർക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരെ ഒത്തുചേർന്ന് അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് ഇത്രയും വലിയ വിവാദമായിട്ടുള്ള ഒരു കേസായി മാറിയോണ്ട് തന്നെ അതിന്റെ പേരിൽ പോലീസും കേസ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആന്റണി അവന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ആ പോലീസ് കേസ് എല്ലാം ഒതുക്കുന്നു. അവൻ ടോയ്ലറ്റിൽ തന്നെ വീണ് തലയടിച്ച് മരിച്ചു പോയതാണെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പോലീസുകാർ കേസ് ഒതുക്കുന്നത്. ഇതെല്ലാം അറിയുന്ന സമയത്ത് നാഗനന്റെ കൂട്ടുകാർക്ക് സഹിക്കുന്നില്ല. ഇത്രയും വലിയൊരു കാര്യം ചെയ്തു കൂട്ടിയിട്ട് അവരോടൊന്നും ചോദിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ ഈ സമയത്ത് അവരങ്ങനെ വിചാരിക്കുന്നു. എന്നാലും ഈ കാര്യം അങ്ങനെ വിട്ടുകളയാൻ നാഗനും അവരുടെ ഫ്രണ്ട്സിനും കഴിയുന്നില്ല. അങ്ങനെ നാഗൻ കുറച്ച് കൂട്ടുകാരും കൂട്ടിക്കൊണ്ട് പോയിട്ട് മലയാളി സീനിയേഴ്സ് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹോസ്റ്റലിൽ കയറി ആന്റണീന്റെ കൂടെ അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കൂട്ടുനിന്ന അയാളുടെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചു തല്ലുന്നു. എന്നാൽ ആ സംഭവം നടക്കുമ്പോൾ ആന്റണി എവിടെ ഇല്ലായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ആന്റണി എവിടേക്ക് എത്തുവാണ്. അങ്ങനെ ആന്റണിക്ക് ഭയങ്കര ദേഷ്യം. എന്തായാലും അവന്മാർ ഇത്ര ധൈര്യത്തില് ഹോസ്റ്റലിൽ കയറി ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോയില്ലേ, അതുകൊണ്ട് അവന്മാരെ വെറുതെ വിടാൻ പാടില്ല എന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആന്റണി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാക്കി ആൾക്കാരെല്ലാം കൂട്ടി കോളേജിന് മുമ്പിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അവന്മാര് കോളേജിൽ കയറിയ അപ്പൊ തന്നെ അവന്മാരുടെ കാല് അടിച്ചോടിക്കാൻ വേണ്ടി. ഇതേ സമയത്ത് നമ്മുടെ നാഗന് ഗ്യാങ്ങും കോളേജിൽ പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ അവിടേക്ക് എത്തുവാണ്. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവാൻ തുടങ്ങുന്ന ആ സമയത്താണ് കോളേജ് പ്രിൻസിപ്പാളിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. കോളേജിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാണ്. സോ നോമിനേഷൻ കൊടുക്കുന്ന പാർട്ടികളൊന്നും ഇനി കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്ക് മത്സരിക്കാനുള്ള ചാൻസ് ഇല്ലാതാവും. അങ്ങനെ ഈ ഒരു കാര്യം ആ പാർട്ടിക്കാരുടെ ദേഷ്യത്തിനെ കണിഞ്ഞാണിടുന്നു. എന്നാലും ആന്റണി ദേഷ്യത്തോടു കൂടി നായകന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് ശരിക്കുമെന്ന് കാണാന്ന്. പക്ഷെ പുറമെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ആന്റണി ആണെങ്കിൽ തമിഴന്മാരോടുള്ള പ്രശ്നമെല്ലാം പറഞ്ഞു ഒഴിവാക്കി അവരുമായിട്ട് ഫ്രണ്ട്സ് ആയി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിക്ക് നീറ്റായിട്ട് നിൽക്കുന്നു. അങ്ങനെ അടുത്ത സീനിലെ കേരള പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കോളേജിലെ നോമിനേഷൻ കൊടുക്കുവാണ് അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി. ഇതേ സമയം നമ്മുടെ നായകനും ബാക്കി തമിഴന്മാരും കൂടി കൂടിയിട്ട് മറ്റൊരു തീരുമാനം എടുക്കുന്നു. ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവന്മാരെ പോലെ തന്നെ നമ്മൾ ഒത്തൊരുമയോട് കൂടി നിൽക്കണം. അതിന് നമുക്ക് ഒരു പാർട്ടി വേണമെന്ന്. അങ്ങനെ നായകൻ ബാക്കി തമിഴന്മാരെല്ലാം കൂട്ടിയിട്ട് അവരൊരു പുതിയ പാർട്ടി തുടങ്ങുന്നു. എന്നിട്ട് ആ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്ത് നായകൻ നോമിനേഷൻ കൊടുക്കുവാണ്. അങ്ങനെ ഇതും കൂടി കാണുന്ന സമയത്ത് ആന്റണിക്കും പിന്നെ കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലെ ദേഷ്യം വരുന്നു. ഇത്ര നാളെ ഈ കോളേജിലെ 2 പാർട്ടിയിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മൂന്നാമതൊരു പാർട്ടിയും കൂടി തലപൊന്തിയിരിക്കുമല്ലേ. എന്തായാലും ഇനി എത്രയും വേഗം ഒരു തിരിച്ചടി കൊടുത്ത് അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി ആന്റണി ഗ്യാങ് ഈ സമയത്ത് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകനും കൂട്ടുകാരും താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹോസ്റ്റലിലേക്ക് എത്തി അവരുമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. അത് തല്ലും വഴക്കല്ലാവുകയാണ്. ഈ രീതിക്ക് പേടിപ്പിച്ച് അവരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്ലാൻ. എന്നാൽ അതിലും അവർ പേടിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇവിടെ ഇട്ട് കൊന്നാലും എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ പുറകോട്ടില്ല എന്ന് നായകൻ ഉറപ്പിച്ച് പറയുന്നു. അടുത്ത ദിവസം നായകനും എന്റെ പാർട്ടിക്കാരും കൂടി ഇത്ര നാളും ഈ കോളേജില് മലയാളികളിൽ നിന്ന് തമിഴന്മാരെ നേരിട്ട പ്രശ്നങ്ങളും ദുരിതങ്ങളെല്ലാം പ്ലക്കാർഡ് പോലെ വരച്ച് അതും പിടിച്ച് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ ഇതും കൂടി കാണുന്ന സമയത്ത് കോളേജിലെ ബാക്കി വിദ്യാർത്ഥികളെല്ലാം അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു കാര്യം അവരുടെ പാർട്ടിക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നു. ഇതേ സമയം തന്നെ ആന്റണി ആണെങ്കിൽ അവന്റെ പാർട്ടി തന്നെയുള്ള വലിയൊരു നേതാവിനെ കണ്ട് അവന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലും നോമിനേഷൻ ക്യാൻസൽ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട നേതാവാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഫാക്ടറിയില് തേയില നുള്ളാൻ പോയിക്കൊണ്ടിരുന്ന അവരുടെ പേരൻസിനെ എല്ലാം വേണ്ട രീതിയിൽ വരട്ടുന്നു. അതുപോലെ നിങ്ങളെ മക്കളെ നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അവരെ കൊണ്ട് ആ നോമിനേഷൻ ക്യാൻസൽ ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമാക്കുമെന്നും പറഞ്ഞ് ആ ഒരു രീതിക്കും അവരെ പേടിപ്പിക്കുന്നു. എന്നാൽ അവരുടെ മക്കൾ ഈ ഒരു തീരുമാനം എടുത്തത് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം അവർ ഈ പേരൻസിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട് അവർ
പേടിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ആ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടിക്കാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരോട് പറഞ്ഞ് നായകനും ടീംസിനെയും എന്തൊക്കെയോ കള്ളക്കേസ് പറഞ്ഞ് പിടിച്ചോണ്ട് വന്ന് അവരെ അവിടെ വെച്ച് ക്രൂരമായിട്ട് ദ്രോഹിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് അവരെ കൊണ്ട് ആ നോമിനേഷൻ ക്യാൻസൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മക്കളെ പോലീസ് പിടിച്ചോണ്ട് പോയി ഇങ്ങനെ ദ്രോഹിക്കുവാണെന്നൊക്കെ അറിയുമ്പോൾ അവരുടെ പാരന്റ്സ് ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ പോലീസുകാരകത്താക്കി അവരുടെ പിള്ളേരെ പുറത്തിറക്കാൻ വേണ്ടി അവരൊരു പ്രക്ഷോഭം പോലെ അങ്ങനെ പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് എത്തുന്നു. അങ്ങനെ അവരുടെ ഈ പ്രക്ഷോഭത്തില് മനുഷ്യത്വം തോന്നിയ കുറെ ആൾക്കാരും കൂടെ കൂടുവാണ്. അങ്ങനെ അത് വലിയ രീതിയിൽ കനക്കുമ്പോൾ പോലീസുകാർക്ക് നാഗരൻ ടീംസിനെയും റിലീസ് ചെയ്യേണ്ടി വരുന്നു. ഇതറിയുമ്പോൾ ആന്റണിക്കും ടീംസിനും വീണ്ടും ദേഷ്യം വരുവാണ്. അങ്ങനെ ഇനി അവന്മാരെ വെറുതെ വിട്ടുവിടാന്നും പറഞ്ഞ് എന്ത് പ്രശ്നമായാലും വേണ്ടില്ല എന്നും പറഞ്ഞ് അവന്മാര് വീണ്ടും നാഗരൻ ടീംസിന്റെ അടുത്തേക്ക് എത്തി പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുന്നു. എന്നാൽ ഇത്രയും നാളെ നാഗരൻ ടീംസും എല്ലാം കൈയും കെട്ടി നിന്ന് വാങ്ങുവാണ് ചെയ്തത്. എന്നാൽ ഇനി അങ്ങനെ നിൽക്കാൻ മനസ്സിലാവെന്നും പറഞ്ഞ് നാഗരൻ ടീംസും ഈ സമയത്ത് അവരെ തിരിച്ചടിക്കുന്നു. അങ്ങനെ ആ കോളേജ് മുഴുവൻ ഒരു യുദ്ധക്കളായി മാറുന്ന സമയം. ഇനി ഈ കോളേജിൽ ഇലക്ഷന്റെ ആവശ്യമില്ല, പാർട്ടിന്റെ ആവശ്യമില്ല. എല്ലാ സ്റ്റുഡൻസും ഇന്ന് ഈ സമയം മുതൽ തുല്യരായിരിക്കും. പഠിത്തം മാത്രമായിരിക്കണം എല്ലാവരുടെയും ചിന്ത. ഈ രീതിയിൽ അനൗൺസ്മെന്റ് കൊടുത്ത് പ്രിൻസിപ്പാൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.